ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തിയാണ് പോലീസ് ഈ നോട്ടീസ് കൈമാറിയത്. ഈ സമയം പി സി ജോർജ് വീട്ടിലില്ല എന്നുള്ളതാണ് സൂചന. ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഷിനോജ് ജസ്റ്റി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, കോടതി കൈയൊഴിഞ്ഞിരുന്നു, അപ്പോൾ പോലീസ് ഇതാ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. ആര്യ, ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നേരത്തെ തന്നെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഉറപ്പിലേക്ക് തന്നെ പോവുകയായിരുന്നു. ഈരാറ്റുപേട്ട പോലീസ് ഈരാറ്റുപേട്ടയിലെ പി സി ജോർജിന്റെ വീട്ടിലെത്തി ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 2 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് പി സി ജോർജിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയത്ത് പി സി ജോർജ് വീട്ടിലുണ്ടോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഈ നോട്ടീസ് ഇപ്പോൾ കൈപ്പറ്റിയിരിക്കുന്നത് മകൻ ഷോൺ ജോർജ് ആണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. പി സി ജോർജ് ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതേസമയത്ത് തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായ തീരുമാനത്തിലേക്ക് പോലീസ് പോവുകയാണ്. നേരത്തെയും പി സി ജോർജിന്റെ വീട് വളഞ്ഞ് പി സിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സമാനമായ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വീട് വളഞ്ഞ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ പി സി ജോർജിനും രാഷ്ട്രീയപരമായി ലാഭമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോലീസ് പോകുമോ എന്നുള്ള കാര്യം ഇനി സംശയമാണ്. എന്തായാലും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോവുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും നേരത്തെ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമായ വിവരമെന്ന് പറയുന്നത് മുകളിൽ നിന്നൊരു നിർദ്ദേശം അന്ന് കിട്ടിയാൽ മാത്രമേ, ഒരുപക്ഷെ DTP തലത്തിലൊക്കെ ഒരു നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ പോലീസ് അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകുന്ന കാര്യത്തിലേക്ക് തന്നെ പോകുകയുള്ളൂ എന്നൊരു നിർദ്ദേശം ഇന്നലെ തന്നെ പോലീസ് നൽകിയതാണ്. എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകമായ നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുന്നു. 2 മണിക്ക് പി സി ജോർജിനോട് തീർച്ചയായിട്ടും ഷിനോജ്, അതായത് ഉച്ചയ്ക്ക് 2 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാനാണ് പി സി ജോർജിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോലീസ് അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പി സി ജോർജിന്റെ വീട്ടിലെത്തി നൽകിയിരിക്കുന്നു. 2022 സമാനമായ രീതിയിൽ ഒരു വിദ്വേഷ പരാമർശം നടത്തിയിരുന്നു. അന്ന് ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നു പി സി ജോർജിന്. ശക്തമായ നടപടിയായിരുന്നു സർക്കാർ പി സി ജോർജിന് എടുത്തത്. അതോടൊപ്പം ഇതാ വീണ്ടും ചാനൽ ചർച്ചയിൽ ഒരു സമുദായത്തിനെതിരെ വിദ്വേഷം പകർത്തുന്ന രീതിയിലേക്കുള്ള പരാമർശം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പി സി ജോർജിനെതിരെ ഈരാറ്റുപേട്ടയിൽ പരാതി വരികയും ചെയ്തു. ഈരാറ്റുപേട്ടയിൽ വന്ന പരാതിയിൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഹൈക്കോടതിയെ സമീപിച്ച മുൻകൂർ ജാമ്യം ശ്രമിക്കുകയായിരുന്നു പി സി ജോർജ്. എന്നാൽ പി സി ജോർജിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇത്തരം വിദ്വേഷത്തിലേക്ക് പോകാൻ പാടില്ല, ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള നിരീക്ഷണമാണ് ഇന്നലെ ഹൈക്കോടതി നടത്തിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്.